ഹായ്, ഗുഡ് മോർണിംഗ്. നാളെ നാട്ടിൽ പോകാനുള്ള തിരക്കില്ല. അപ്പോൾ രാവിലെ തന്നെ ചായയും കുടിച്ച് നമുക്ക് ജോലിയൊക്കെ തീർക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും തേങ്ങാപ്പാല, സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാകുമ്പോഴും മക്കളും വേഗത്തിൽ കഴിച്ചോളും. ഇതെൻ്റെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സാണ്. അതിനൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൊടുത്തു. നാട്ടിൽ പോയി വരുന്നത് വരെ അതൊക്കെ ജീവനോടെ നിൽക്കണ്ടേ. ഏട്ടൻ 4 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും. പിന്നെ ആൾ നോക്കിക്കോളും ചെടിയൊക്കെ. ഞങ്ങളിനി സമ്മർ വെക്കേഷൻ കഴിയാറാകുമ്പോഴേ വരുള്ളൂ. ഇനി നമുക്ക് മേലെ ടെറസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് വരാം. വെയിലത്ത് വെച്ചിരിക്കുന്ന ചെടിയൊക്കെ ഞാനെടുത്ത് ചുമരിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ വെയിലിനെല്ലാം വേഗത്തിൽ വാടിപ്പോവും. ഞാനുള്ളപ്പോഴേ 2 നേരം ചെടിക്ക് വെള്ളം നനയ്ക്കും. ഇനിയിപ്പോൾ 4 ദിവസത്തേക്ക് അത് പറ്റില്ലല്ലോ. അടുത്ത വീട്ടിലെ ആൻറ്റീനെ ഏൽപ്പിച്ചിട്ടുണ്ട് ചെടിക്ക് വെള്ളം നനയ്ക്കാൻ. ഏട്ടൻ തിരിച്ചു വരുന്നത് വരെ ചെടിയൊക്കെ അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടെറസൊക്കെ ക്ലീൻ ചെയ്തിട്ടപ്പോഴേക്കും ചെറുതായ ഒരു ചാറ്റൽ മഴ വന്നു. ഇനി നമുക്ക് മിട്ടൂനെയും മാലൂനെയും ക്ലീൻ ചെയ്തിട്ട് വരാം. ഇവർ രണ്ടെണ്ണവും ചേർന്ന് കൂട് മുഴുവനും വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും നമ്മുടെ കൂടെ കൂടിയിട്ട് ഒരു 3 വർഷത്തോളമായി. അപ്പോൾ ഞാൻ ട്രേ ഒക്കെ ക്ലീൻ ചെയ്തു. അവർക്ക് വേണ്ട ഫുഡും വെള്ളവും മാറ്റി കൊടുത്തു. ഇതിൽ മെയിലിൻ്റെ പേര് മിട്ടു, ഫീമെയിൽ മാലു. ഈ പക്ഷി മുട്ടയിടാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷേ മുട്ടയിട്ട് 2-3 ദിവസത്തിനുള്ളിൽ ആ പക്ഷി തന്നെ അതിൻ്റെ മുട്ട കുത്തിപ്പൊട്ടിക്കും. അതിനാൽ ഇവർക്കിടയിൽ ഭയങ്കര കലഹാട്ടോ. ആ മെയിൽ ഫീമെയിലിൻ്റെ തലയിലുള്ള രോമം മുഴുവൻ കൊത്തിപ്പറിക്കും. നോക്കിക്കേ, ആ ഫീമെയിലിൻ്റെ തലയിൽ ഇപ്പോൾ രോമയെ കാണാനില്ല. മുട്ട വിരിഞ്ഞ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് താഴെ സ്റ്റെപ്പും പാർക്കിങ്ങും ഒക്കെ ക്ലീൻ ചെയ്തിട്ട് വരാം. അതിന് മുന്നേ സ്റ്റെപ്പിൽ വെച്ചിരിക്കുന്ന ചെടിക്കൊക്കെ നല്ലോണം വെള്ളം നനച്ചു കൊടുത്തു. മണി പ്ലാന്റും സ്നേക്ക് പ്ലാന്റും ഞാൻ സ്റ്റെപ്പിൽ വെച്ചിരിക്കുന്നത്. ഞാൻ 2-3 ദിവസം കൂടുമ്പോഴേ നനയ്ക്കാറുള്ളൂ. അപ്പോൾ സ്റ്റെപ്പൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ചെടികളെല്ലാം ഒരു സൈഡിലേക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഈ ചെടികളെല്ലാം നനയ്ക്കാൻ താഴത്തെ ആൻറ്റീനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഈ ചെടികളെല്ലാം ഒരു സൈഡിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചത്. പക്ഷിയും ചെടിയും ഉള്ളതിനാൽ നാട്ടിൽ പോകുന്നത് ഇപ്പോൾ ഒരു ടാസ്ക്കാണ്. അല്ലെങ്കിൽ ഒന്നും നോക്കാതെ കെട്ടും പെട്ടിയെടുത്ത് അങ്ങ് വിട്ടാൽ മതിയായിരുന്നു. ഇനി നമുക്ക് പാർക്കിംഗ് കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് വരാം. ഇനി നമുക്ക് റോഡിൽ വെച്ചിരിക്കുന്ന ചെടിയൊന്ന് നനയ്ക്കാം. ഇവിടെ ആദ്യം ഗോൾഡൻ സൈപ്രസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് വലിയ മരമായി ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാറ്റിനും മഴയില്ലാതെ ഒടിഞ്ഞു വീണു. ഇപ്പോൾ അവിടെ പുതിയൊരു ചെടി പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം വലുതാവോന്ന്. റോഡൊക്കെ ഒന്ന് നനച്ചിടുന്നതാണ്. ഇല്ലെങ്കിൽ റോഡിലെ പൊടി മുഴുവനും കുറച്ച് കഴിഞ്ഞാൽ പാർക്കിങ്ങിലായിരിക്കും ഉണ്ടാവുക. ഇത് തൊട്ടടുത്ത കാലി സൈറ്റിൽ വെച്ച വാഴച്ചെടിയാണ്. ഇത് ഒടിഞ്ഞ് വീഴാറായിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് കെട്ടിവെക്കാം. ഇല്ലെങ്കിൽ നാട്ടിൽ പോയി വരുമ്പോഴേക്ക് ആൾ ഒടിഞ്ഞ് താഴെ വീണിട്ടുണ്ടാവും. ഇത് സെക്കൻഡ് ടൈമാണ് വാഴ കൊലയ്ക്കുന്നത്. അത് 2 വാഴയെ ഒരുമിച്ച് കൊലച്ചിട്ടുണ്ട്. സോ ഹാപ്പി. ഇത് നമ്മുടെ ചായ മനസ്സാണ്. അത് നല്ലോണം തഴച്ച് വളർന്നുണ്ട്. അതിൻ്റെ ഇല ഞാൻ ഇടയ്ക്കൊക്കെ ഉപ്പേരി വയ്ക്കാൻ എടുക്കും. നമുക്ക് പുറത്തൊന്ന് പോയിട്ട് വരാം. എല്ലാവർക്കും ഹെയർ കട്ടിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. പോകുന്ന വഴിക്ക് റോഡിൻ്റെ ഇരുവശങ്ങളിലും ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവമുണ്ട്. അതിൻ്റെ ഡെക്കറേഷനാണ് ഇതൊക്കെ. ഉത്സവത്തിന് കന്നഡയിൽ ഹബ്ബ എന്നാണ് പറയാം. നമ്മളങ്ങനെ സലൂണിലെത്തിയിട്ടുണ്ട്. ആമിമോളുടെ ഹെയർ കട്ടിങ് കഴിഞ്ഞു. അവളെ ഞാൻ ഫോൺ കൊടുത്ത് പിടിച്ചിരുത്തിയതാണ്. അല്ലെങ്കിൽ അവൾ ഹെയർ കട്ടിങ്ങിന് വിടില്ല. അങ്ങനെ ആമിമോളുടെ റോഷേട്ടിൻ്റെ ഹെയർ കട്ടിങ് കഴിഞ്ഞു. ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്തു. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളൊരു ഷോപ്പിൽ കയറി കബാബൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബായ്.